സ്വപ്നമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ വൈബടിക്കുന്ന ഒരു സ്ഥലം. നാടിന്റെ രുചി തേടി വരുന്ന പ്രവാസി മലയാളികളെ കൊണ്ട് നിറയുകയാണ് ജുഫൈർ. ബഹ്റൈനിലെ യഥാർത്ഥ കേരള ടച്ച് കാണാം. ഈ കണ്ട ബോർഡുകളൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, നമ്മളുള്ളത് കേരളത്തിലല്ല, ബഹ്റൈനിലെ ജുഫൈറിലാണ്. പ്രവാസി മലയാളികൾ അവർ എത്ര തന്നെ ദൂരത്തായാലും ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എപ്പോഴും നാടുണ്ടാകും. മഴയുള്ള ഓർമ്മകളുണ്ടാകും, നാടൻ മസാലക്കൂട്ടുകളുടെ മണമുണ്ടാകും, നാട്ടിൻ പുറത്തെ ചായക്കടകളും സൊറ പറഞ്ഞിരിക്കാറുള്ള ഇടങ്ങളും ഉണ്ടാകും, പഴയ പാട്ടുകളുണ്ടാകും. ഇതൊക്കെ അവരെ ഇങ്ങനെ നാടിന്റെ ഓർമ്മകളുമായി ചേർത്ത് വെച്ചുകൊണ്ടേയിരിക്കും. ഇത് ബഹ്റൈനിലെ മനാമയുടെ ഹൃദയഭാഗമായ ജുഫൈറിൽ നിന്നുള്ള കാഴ്ചകളാണ്. ആഡംബര ഹോട്ടലുകൾക്ക് പേരുകേട്ടിരുന്ന ഇടം ഇന്ന് മലയാളികളടക്കമുള്ള ഭക്ഷണപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഗൃഹാതുരത്വമുണർത്തുന്ന അന്തരീക്ഷവും ഭക്ഷണങ്ങളുമായാണ് ജുഫൈർ ഇപ്പോൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറുന്നത്. മലയാളികളുടെ ഓർമ്മകളും രുചിയും നിറഞ്ഞു നിൽക്കുന്ന കേരള തട്ടുകടകൾ. നാടിന്റെ രുചി തേടി വരുന്നവർക്കായി ഇവിടം മികച്ച അനുഭവം തന്നെയാണ് ഒരുക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ടേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ, ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും പറയാനില്ല, സൂപ്പർ. ഞങ്ങള് സൗത്ത് കേരളയിലുള്ളവരാണ്, പക്ഷെ ശരിക്കും സെയിം അതുപോലെ തന്നെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നന്നായിട്ടുണ്ട്, സൂപ്പർ. ഞങ്ങള് റഫേന്നാണ് വരുന്നത്. ഞങ്ങൾ ലീവായിരുന്നു. ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ജുഫൈറിലൊരു ഇങ്ങനെ ഫുഡ് ട്രാക്കിന്റെ ഒരു അനുഭവം ഞങ്ങൾ വിഷയം വന്നപ്പോൾ അതിമനോഹരം, പറയാൻ വാക്കുകളില്ല. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ കുറേ ജുഫൈറിൽ പോയിട്ടുണ്ട്. വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ ഭക്ഷണം കഴിക്കാൻ വെള്ളിയാഴ്ച ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുന്നതാണ്. പക്ഷെ എന്നാലും ഈ തട്ടുകട എന്നുള്ളൊരു വൈബ്, ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, കാര്യങ്ങൾ നോക്കുക വെച്ചാൽ അമേസിങ്, പറയാൻ വാക്കുകളില്ല. നാടും വീടും വിട്ടുള്ള പ്രവാസ ജീവിതത്തിനിടയിൽ ഓർമ്മകളായി ഇറക്കാൻ കിട്ടുന്ന ഇത്തരം സ്പോട്ടുകൾ മലയാളികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡുകളിലും വൈകുന്നേരങ്ങളിലുമൊക്കെ അവർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കുടുംബമായും സുഹൃത്തുക്കളുമായും എത്തുന്നത് പതിവാണ്. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. എപ്പോഴും കൂടുതലും മലയാളീസ് നമുക്കുള്ളൂ വരുന്ന, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും ഉള്ളത്. നമ്മൾ നാടൻ ഫുഡാണ് കൊടുക്കുന്നത്. കപ്പയുണ്ട്, തലക്കറിയുണ്ട്, പൊറോട്ടയുണ്ട്, ബീഫ് കറി ഉണ്ട്, ഒരുപാട് ഫുഡുകൾ വരുന്നുണ്ട്. അപ്പോൾ മലയാളീസിന്റെ ഒരു ഏരിയ ആയിട്ട് മാറി ജുഫൈർ ശരിക്കും പറഞ്ഞു. ഇവിടെ മലയാളികൾക്ക് നന്നായിട്ട് മലയാളികൾ വരുന്നു. പഴയ പണ്ട് കുറേ ഷോപ്പുകളായിരുന്നു. പൈസ നമ്മളിവിടെ തുടങ്ങി നല്ല വൈബൊക്കെ തുടങ്ങി ഫുൾ ആളാണ്. ഇപ്പോൾ ഈ വീക്കെൻഡ് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഉണ്ട് ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് ഇവിടെ കുറെ പ്രശ്നം, ഒരുപാട് ആൾക്കാർ വലിയൊരു മാറ്റമാണ്. പ്രവാസി മലയാളികളുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.